പക്ഷെ ശബരിമലയിൽ നമ്മൾ കേൾക്കാത്ത അത്രയും കൊള്ള, അതായത് നമ്മളൊന്നും ചിന്തിക്കാത്ത അത്രയും കൊള്ളയാണ് നടന്നിരിക്കുന്നത്. പ്രഭാമണ്ഡലത്തിന്റെ വ്യാളിയും ശിവരൂപത്തിലെ സ്വർണവും ഒക്കെ അപഹരിച്ചിരിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ വലിയൊരു കൊള്ള നടന്നിട്ടുണ്ട്. അപ്പൊ ഇതില് പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് എന്തിനാണ് ഡൽഹിയിലേക്ക് യാത്ര നടത്തിയത്, സോണിയാഗാന്ധിയെ കണ്ടത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. ഇതിന് ഇപ്പോ കോൺഗ്രസ്സുകാരുടെ കയ്യിൽ ഒരു ഉത്തരവുണ്ട്. അതായത് സോണിയാഗാന്ധിക്ക് സുഖമില്ലാതിരുന്നപ്പോൾ അവർക്ക് അയ്യപ്പനെ ഭയങ്കരമായ വിശ്വാസം വന്നു. അവർ ഇതുവരെ ഒരു അമ്പലങ്ങളിൽ പോയത് ആർക്കും അറിയില്ല, പക്ഷെ അയ്യപ്പനെ അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ പുറത്ത് അവര് കയ്യിലൊരു നൂല് ജപിച്ച് കെട്ടണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് തന്ത്രിയെ മേൽശാന്തി ഒന്നും വിളിക്കാതെ ഉണ്ണികൃഷ്ണ പോറ്റി, വെറും പരികർമ്മിയായ ഉണ്ണികൃഷ്ണ പോറ്റിയെ വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോൾ അടൂർ പ്രകാശിനെയും കൂട്ടി ഉണ്ണികൃഷ്ണ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടാൻ, സുഖമില്ലാതെ കിടന്നപ്പോൾ ചരട് കെട്ടാൻ പോയതെന്നാണ് ഇപ്പോ അന്തം കൊങ്ങികൾ ഇരുന്ന് അങ്ങ് മെഴുകി വെളുപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിന്റെ CPM-ന്റെ പങ്ക് എന്താണ് ശബരിമലയിൽ? ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, മുഖ്യ വിഷയമായി രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുവരാൻ സാധ്യതയുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ. അത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കുന്തമുന നേരെ CPM-ൻ്റെയും CPM-ൻ്റെ നേതൃത്വത്തിന് നേരെയാണ് തിരിച്ചു വച്ചിരിക്കുന്നത് ഇപ്പോൾ. പക്ഷേ പലതരം അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാരൊന്നും അതിനകത്ത് രക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഈ പോറ്റി എന്ന് പറയുന്ന പ്രതീകവുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സോണിയാഗാന്ധിയുമായിട്ട് പോറ്റിക്ക് എന്ത് ബന്ധം, പോറ്റിയും ഭാര്യയും എന്തിനാണ് സോണിയ എടുത്ത് പോയത് എന്ന ചോദ്യമാണ്. അപ്പോൾ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു. ആ സമയത്ത് പോറ്റി പറയുന്ന ഉത്തരങ്ങളിലൂടെയാണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന് SIT തീരുമാനിക്കാനായിട്ട് പോകും. പോറ്റിയാണ് അത് തീരുമാനിക്കുന്നത്. പോറ്റി പറയും ഇവരുടെ പങ്ക് ഇന്ന രീതിയിൽ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ട അവസ്ഥയിലേക്ക് സോണിയ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ SITക്ക് സോണിയാഗാന്ധി ചോദ്യം ചെയ്യാൻ പറ്റുമോ മാഷേ? അത് നമുക്കറിയില്ല. എന്ത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് SIT സോണിയാഗാന്ധിയെ പോലെയുള്ള ഹൈ സെക്യൂരിറ്റിയുള്ള ഒരു പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്യാൻ പോകുന്നത്? വെറുതെ പോറ്റി എന്ന് പറയുന്ന ഈ പരികർമ്മി, മോശം പേരൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. യവനൊക്കെ പറയുന്നത് കേട്ടിട്ട് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാനായിട്ട് SIT കഴിയുമോ എന്നുള്ളത് ഒരു നിയമപരമായ മറ്റൊരു പ്രശ്നമാണ്. പക്ഷേ പോറ്റി പറഞ്ഞിട്ടാണ് ഇപ്പോൾ മുഴുവൻ ആളുകളെയും എന്ത് ചെയ്തിരിക്കുന്നത്, ചോദ്യം ചെയ്തിരിക്കുന്നത്. നാളെ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കും, ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ വാസവനെ ചോദ്യം ചെയ്തേക്കും, വാസവനെ അറസ്റ്റ് ചെയ്തേക്കും. കാരണം എന്ന് വെച്ചാൽ ഇവർ പറയുന്ന ആളുകളൊക്കെ ഇവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും സാധ്യമായ കാര്യങ്ങൾ കിട്ടിയാൽ ഉടനെ അവരെ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. പക്ഷേ എന്നെ ഇതുവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പോറ്റിയെ ഇടിച്ച് ചാറാക്കിയിരുന്നെങ്കിൽ എന്താണ് കൃത്യമായിട്ട് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ലേ? കഴിയുമായിരുന്നു. ഇനി അവർക്കത് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് അറിയാനും പാടില്ല. ചിലപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. പിന്നെ ഇതൊക്കെ അറിഞ്ഞ് അതിലൊക്കെ വന്നിരിക്കുന്ന ആയിട്ടുള്ള അവതാരങ്ങളെ കണ്ട് പോലീസുകാർ മോഹത്സ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും വേറെ തരങ്ങളിലേക്ക് അന്വേഷണം പോകാത്തതെന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലെങ്കിൽ ഇയാളെ മര്യാദക്കൊന്നും ചോദ്യം ചെയ്യുന്നില്ല, ചായയൊക്കെ മേടിച്ചു കൊടുത്ത് പോറ്റിയെ തടവി പോറ്റിയുടെ കാല് തിരുമ്പി പോലീസുകാർ അന്വേഷണം നടത്തുന്നു എന്നാണ് നമ്മൾ കരുതേണ്ട കാര്യമുള്ളത്. അതല്ലെങ്കിൽ സത്യാവസ്ഥകൾ പോറ്റീനെ കണ്ടാൽ തന്നെ നമുക്ക് അത്ര കടുത്ത മനസ്സുള്ള ഒരാളായിട്ടും തോന്നുന്നില്ല. രണ്ടിടി കൊടുത്തതിൻ്റെ ഇടയിൽ പോറ്റി വെക്കാറും എല്ലാ കാര്യങ്ങളും വെക്കാറും പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടോ? ആരൊക്കെയാണ് അതിൻ്റെ അകത്ത് പെട്ടിരിക്കുന്നത്, എത്രമാത്രം സ്വർണ്ണമാണ് കൊണ്ടുപോയിരിക്കുന്നത്, എങ്ങനെയാണ് പോയിരിക്കുന്നത്, ആരുടെ ഇതിലെത്തി, എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നതെന്നൊക്കെ മിക്കവാറും അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാകണം. പക്ഷേ അതിൽ പെട്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെ വലിയ പ്രമുഖരായിട്ടുള്ള ആളുകളായിരിക്കും എന്നുള്ളത് കൊണ്ട് ഇവർ നിശബ്ദരായിരിക്കുന്നതാണോ എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ടാണ് CBI വരണം എന്ന് ആവശ്യപ്പെടുന്നത്, കേന്ദ്രം ഇതിനകത്ത് ഇടപെടണം എന്ന് പറയുന്നതിൻ്റെയും കാരണം അതാണ്. പലതരം പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 3 ആയുധങ്ങളും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. CBI ഉപയോഗിക്കാം, അല്ലേ, ED ഉപയോഗിക്കാം, ഇനി ഇന്റലിജൻസ് ബ്യൂറോ, അതുപോലെ NIT, എല്ലാ കക്ഷികളും അതിനകത്ത് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു മാനം എന്ന് പറയുന്നത് വലിയ തരത്തിൽ വലിയ തരത്തിൽ മാറുകയും നമ്മുടെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കാനായിട്ടുള്ള
വലിയ തോതിൽ കഴിയുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറത്തില്ല. ഇതിൻ്റെ ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ല. ഈ എന്താണ് 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശബരിമല കാറ്റിൽ ആടി ഉലയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ വിഷയങ്ങളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കുറവാണ്. പക്ഷേ അത് കോൺഗ്രസ്സിന് എടുത്തു വെക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറിത്തീരുന്നത് അടൂർ പ്രകാശിലേക്കും ആൻ്റോ ആൻ്റണിയിലേക്കും അതുപോലെ തന്നെ സോണിയാഗാന്ധിയിലേക്കും അതിൻ്റെ അന്വേഷണം തിരിഞ്ഞ് പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് പിന്നെ ഈ ചുറ്റിപ്പിടിച്ച് ഇതിനെ ശരിപ്പെടുത്താനായിട്ട് കഴിയില്ല. BJPയുടെ അവതാരങ്ങൾ ആരൊക്കെയാണ് ഞാൻ ഇതിന്റെ പിന്നിൽ വരിക എന്ന് നമുക്ക് അറിയാൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വരേണ്ട സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞു. പക്ഷെ ഇനി ആവശ്യം വരുന്നില്ലേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ ഇതിന്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെ അണിനിരക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആകെ വളരെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കൗതുകരമായിട്ടുള്ള ഒരു കാഴ്ചയുടെ ഒരു വേദിയായി ഇത് മാറി തീർന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഈ കാറ്റ് ആഞ്ഞു വീശുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരായിരിക്കും? കാരണം CPM-ന്റെയാണ് വാസുവിനെയും പപ്പനെയും പിന്നെ കടകംപള്ളിയും ഒക്കെ ചോദ്യം ചെയ്തിരിക്കുന്നത്. വീണ് കിടക്കുന്നു. കോൺഗ്രസ് വീഴുവോ? ഇതിനെ പ്രതിരോധിക്കാൻ പുതിയ ക്യാപ്സ്യൂൾ ഇറക്കാൻ സാധ്യതയില്ലേ മാഷേ? ക്യാപ്സ്യൂളുകൾക്കൊന്നും ഇനി പ്രസക്തിയില്ലെന്ന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കിടന്ന് തെരഞ്ഞെടുപ്പിലൂടെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ക്യാപ്സ്യൂൾ ഇറക്കിയാൽ ഒരു കാര്യമില്ല. കാരണം അത് ഇപ്പോൾ ദഹിക്കാതായിട്ടുണ്ട്. അതുകൊണ്ട് ക്യാപ്സ്യൂളുകൾ ഒന്നും ഇറക്കിയിട്ടൊരു കാര്യമില്ല. സംഗതി ആകെ പ്രശ്നത്തിലാണ് CPM-നെ സംബന്ധിച്ചുള്ളത്. അവരുടെ അധികാരം കൈവിട്ടു പോകുന്നതിന് ഒരുപാട് കുഴപ്പങ്ങൾ അവർ വേറെ ചെയ്തിട്ടുണ്ട്. കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വേറെ വിഷയം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ പൊതുവെ വരാൻ പോകുന്നത് മോശമായ ഇവരുടെ അഹങ്കാരം നിറഞ്ഞ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം, പ്രത്യേകിച്ച് പിണറായി എന്ന് പറയുന്ന സ്വരൂപത്തിൻ്റെ പ്രകടനങ്ങൾ, അതോടൊപ്പമാണ് ശബരിമല കൊള്ള എന്ന് പറയുന്ന വിഷയവും കയറി വന്നിട്ട് തെരഞ്ഞെടുപ്പിനെ ഇത് മുഴുവൻ തീർക്കാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിന് സമയമൊന്നുമില്ല ഇനി. ഇല്ല. അതെ, ഈ കടകംപള്ളിയുടെ അറസ്റ്റ് അല്ലെങ്കിൽ കടകംപള്ളി ഇപ്പോൾ കോടതിയുടെ ഒരു ശാഠ്യത്തിലാണ് SIT ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ SIT ഇതിനിടയ്ക്ക് ഉഴപ്പിയനെ കോടതി ആ സമയത്തൊക്കെ ഓരോ നുള്ളു കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അവസാനം ഇതിൽ ഇനി SIT കൊണ്ട് പ്രയോജനമില്ല, ഇവര് ഭരിക്കുന്നവരെ ഒന്നും അല്ലെങ്കിൽ ഇതിലെ വമ്പൻ സ്രാവുകൾ ഇവർ പിടിക്കില്ല. അങ്ങനെയാണെങ്കിൽ CBI വരാനുള്ള സാധ്യതയില്ലേ? CBIക്ക് വന്നു കഴിഞ്ഞാലുള്ളൊരു ഇതിന് ഈ വിഷയത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ CBIയുടെ പരിപാടികൾ പ്രൊസീജിയറൊക്കെ നടന്നു കഴിയുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വേണ്ടത്. തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം എന്ന് പറയുന്നത് CBI അതേപോലെ തന്നെ മറ്റ് സംഘങ്ങൾക്കോ ഇനി കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. അതിൽ നല്ലത് അവരെ സംബന്ധിച്ചിടത്തോളം SIT വെച്ചിട്ട് ആവശ്യമായിട്ടുള്ള വീശൽ നടത്തലായിരിക്കും. അങ്ങനെ ആയിരിക്കും. ഇതൊക്കെ തെരഞ്ഞെടുപ്പാണല്ലോ. അയ്യപ്പൻ്റെ സ്വർണം തിരിച്ചു കൊണ്ടുവരുന്ന ആർക്കും ആഗ്രഹമില്ല. അയ്യപ്പൻ തന്നെ പോയാലും ആർക്കും പ്രശ്നമില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിന് അത് എത്രമാത്രം ഗുണമാണ് എന്ന് നോക്കിയിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളൊരു വീശലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രാധാന്യത്തിനകത്താണ് യഥാർത്ഥത്തിൽ ശബരിമല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സാധാരണ പൗരന്മാർ അതേപോലെ തന്നെ അയ്യപ്പ ഭക്തന്മാർ ഒക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? അയ്യപ്പ അവിടെ നടന്നിരിക്കുന്നത് അത് ഞങ്ങളെ ഒന്ന് വെളിപ്പെടുത്തി തരൂ, ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരൂ. ആരാണ് ഈ മോഷ്ടാക്കൾ, ആരാണ് കള്ളന്മാർ, അവരെ കാണിച്ചു തരൂ എന്നാണ് അവരെന്ത് ചെയ്യുന്നിരിക്കുന്നത്? അയ്യപ്പോ എന്ന് പറഞ്ഞ് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായേ? അവരതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ പത്രങ്ങളിലും അതേപോലെ എല്ലാ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്, മാത്രമല്ല തെരഞ്ഞെടുപ്പിനുള്ള ചെറുകറികളാണ്. അത് മാറണം. സത്യം എന്താണ് എന്ന് തിരിച്ചറിയേണ്ടത് കേരള ജനതയ്ക്ക് ആവശ്യമാണ്.